തിരുത്തിയത്. ശ്രീത് പണിക്കർ, ഇവിടെ രാജീവ് വളരെ മന്ത്രി പി രാജീവ് വളരെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇക്കാര്യത്തിൽ ആ സത്യവാങ്മൂലത്തിന് 4-ാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടാണ് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞത്. അതിൽ നിന്ന് കടുകിടി അദ്ദേഹം മാറാൻ തയ്യാറായതുമില്ല. അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് സംസ്ഥാന സർക്കാർ ഈ തുല്യതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവിടെ വിവേചനം പാടില്ല, എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ അനുവദിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടല്ലല്ലോ സുപ്രീം കോടതി ഉത്തരവിട്ടത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞ വേറൊരു ക്ലോസും കൂടി അവിടെയുണ്ട്, അതാണ് ഈ 4-ാമത്തെ പാരഗ്രാഫ്. അത് കോടതി പരിഗണിക്കണമായിരുന്നുവല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉത്തരവിലൂടെ അല്ലല്ലോ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം കിട്ടിയത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ എങ്ങോട്ടാണ് ചെന്നെത്തുന്നതെന്ന് മനസ്സിലായല്ലോ. 14-ാം തീയതിക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിക്കാൻ പോകുന്നത് ഞങ്ങൾ ഒരേ സമയം തുല്യതയ്ക്കും അതേസമയം സാമൂഹ്യ പരിഷ്കരണത്തിനും ഒപ്പമാണ് എന്നുള്ള അഴകുഴമ്പൻ നിലപാടായിരിക്കും, സംശയമില്ലല്ലോ. ശ്രീ മഞ്ജുഷ്, ഇവിടെ ശ്രീ പി രാജീവിനോടുള്ള ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന അഫിഡവിറ്റിൽ 4-ാമത്തെ പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിനോടുള്ള ചോദ്യം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ 4-ാമത്തെ പാരഗ്രാഫിനെ കുറിച്ച് മാത്രം പറയുന്നത്? ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഞങ്ങളുടെ അഫിഡവിറ്റിൽ ഉണ്ടായിരുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത്. മറിച്ച് സുപ്രീം കോടതിയിൽ വാദിക്കാത്ത എന്നാൽ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗത്തിനെ കുറിച്ചാണ്. ഇത് വാദത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവിൽ ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള പരാമർശവും ഉണ്ടായിട്ടില്ല. പക്ഷേ സർക്കാരിൻ്റെ അഭിപ്രായമായിട്ട് വളരെ കൃത്യമായിട്ട് എന്തൊക്കെയായിരുന്നു വാദം എന്നതിനെക്കുറിച്ച് 2018 വിധിയിൽ സുപ്രീം കോടതി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ പറയുന്ന 4-ാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭക്തർക്കും ആചാരത്തിനും അനുകൂലമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്ന അഫിഡവിറ്റ് അത് മാറ്റിയിട്ട് അതല്ല, അതിനു മുമ്പുണ്ടായിരുന്ന VS സർക്കാരിൻ്റെ കാലത്തെ അഫിഡവിറ്റാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോയത്. അതിനുശേഷം എന്ത് ചെയ്തു? ജയ്ദീപ് ഗുപ്ത എന്ന് പറയുന്ന വക്കീലിനെ വെച്ച് അത് കോടതിയിൽ വാദിച്ചു. കോടതിയിൽ വാദിച്ച സമയത്ത് പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ശബരിമലയിലെ യുവതീ പ്രവേശ വിലക്ക് എന്ന് പറയുന്നത് വിവേചനമാണ്. ഞങ്ങളുടെ സർക്കാർ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കും എതിരാണ്. പുരുഷന്മാർക്ക് എവിടെയൊക്കെ പ്രവേശിക്കാമോ അവിടെയെല്ലാം സ്ത്രീകൾക്കും പ്രവേശിക്കാം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന തുല്യത എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ ഭരണഘടനയിലുള്ള മറ്റ് 2 ആർട്ടിക്കിളുകൾ കൂടി കോട്ട് ചെയ്തുകൊണ്ട് ഇതിനെ വളരെ വക്രീകരിച്ച് പറയാനും കൂടി ശ്രമിച്ചു. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 13 നമുക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു നിയമം അത് ഒരാളിൻ്റെ മൗലികാവകാശത്തിനെ ലംഘിക്കുന്നതാണ് എങ്കിൽ ആ നിയമത്തിന് സാധുതയില്ല എന്നുള്ളതാണ്. ഇവിടെ ഇവർ പറയുന്നത് എന്താണ്? അന്നുണ്ടായിരുന്ന കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ 1965 ആക്ടിലെ റൂൾ 3B പറയുന്ന സമയത്ത് അതൊരാളിൻ്റെ മൗലികാവകാശത്തിനെ ഹനിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൗലികാവകാശമാണ് ശബരിമലയിൽ പോവുക, അത് ലംഘിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 13 കോട്ട് ചെയ്തത്. ഇനി അവിടെയും നിന്നില്ല, ആർട്ടിക്കിൾ 17 എടുത്തു. ആർട്ടിക്കിൾ 17 എന്തിനാണ്? അയിത്തം. അപ്പോൾ അയിത്തം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരാളിൻ്റെ ജന്മസ്ഥലം, ഒരാളിൻ്റെ ജെൻഡർ, അയാളുടെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അയാളുടെ ജാതി, മതം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയിത്തം നിർണ്ണയിക്കപ്പെടുക. വളരെ കൃത്യമായിട്ട് ഭരണഘടന ഡിഫൈൻ ചെയ്യുന്ന യാഡ് സ്റ്റിക്ക് ഉണ്ട്. പക്ഷെ അവിടെ പറഞ്ഞത് എന്താണ്? പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ ഒഴിവാക്കുന്നത് കൂടി ഈ അയിത്തത്തിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് പരിഗണിക്കണം എന്ന് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ശബരിമലയിലുള്ള യുവതീ പ്രവേശ വിലക്ക് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17 പ്രകാരം അൺടച്ചബിലിറ്റി ആണ് എന്ന രീതിയിലത്തേക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിന് ഫോർ ഓർ അഗെയിൻസ്റ്റ് പറയുന്ന ആൾക്കാർക്കറിയാം ഇത് ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ, യുവതികളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേറ്ററി സ്റ്റെപ്പ് അല്ല എന്നെല്ലാവർക്കും അറിയാം. അൺടച്ചബിലിറ്റിയുടെ ഭാഗമല്ല എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ അൺടച്ചബിലിറ്റി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ 10 വയസ്സ് വരെ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അൺടച്ചബിലിറ്റി ഇല്ലാത്തത്? 50 വയസ്സ് കഴിയുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് അൺടച്ചബിലിറ്റി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് സ്ത്രീ എന്ന് പറയുന്ന ഒരു ജെൻഡറിനോടുള്ള അൺടച്ചബിലിറ്റി അല്ല. ഒരു പ്രായ ബന്ധിതമായിട്ട് ഏതെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് അൺടച്ചബിലിറ്റി അല്ല. അങ്ങനത്തെ ഒരു ഡെഫിനിഷനും ഇല്ല. അപ്പോൾ അവിടെ ദുർവ്യാഖ്യാനമാക്കിക്കൊണ്ട് ആർട്ടിക്കിൾ 17-നെതിരാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഇന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഈ 4-ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന കാര്യം എന്താ? ഇത് ഏറെക്കാലമായിട്ട് അല്ലേ, പണ്ട് മുതലേ തന്നെ നിലനിൽക്കുന്ന ഒരു ആചാരമായതുകൊണ്ട് അതിൽ ഈ പറയുന്ന ആൾക്കാരോടൊക്കെ അന്വേഷിക്കണമെന്ന്. എന്നിട്ട് അവിടെ സർക്കാരിന് വേണ്ടിയിട്ട് ജയ്ദീപ് ഗുപ്ത വാദിച്ച കാര്യം എന്താണെന്നറിയോ? ശബരിമലയിലെ യുവതീ പ്രവേശ വിലക്ക് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന്. അതായത് സാധാരണ എങ്ങനെയാണ് റിലീജിയസ് പ്രാക്ടീസ് ആയി മാറുന്നത്, ERP ആയി മാറുന്നത് എങ്ങനെയാണ്? ആ മതത്തിൻ്റെ ചിട്ടയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആചാരത്തിന് ഇത് എസെൻഷ്യലാണ്. അത് നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ ആ മതം ഉണ്ടായ കാലം മുതൽ, ആ ആചാരം ഉണ്ടായ കാലം മുതൽ നിലനിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ 4-ാമത്തെ പാരഗ്രാഫിൽ അങ്ങനെ വലിയ പാരമ്പര്യമുള്ള ഒരു കാര്യമാണ് അവിടുത്തേത് എന്ന് പറയുന്ന ഇതേ സർക്കാർ തന്നെ ജയ്ദീപ് ഗുപ്തയെ കൊണ്ട് സുപ്രീം കോടതിയിൽ വാദിച്ചിരിക്കുന്നത്
ശബരിമലയിലെ യുവതി പ്രവേശ വിലക്കെന്ന് പറയുന്നത് മതപരമായിട്ട് ഒരു അനിവാര്യതയല്ലെന്ന്. പക്ഷേ 2019 ശേഷം നിലപാട് മാറി ശ്രീ പണിക്കർ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മാറി, LDFന്റെയും നിലപാട് മാറി. പക്ഷേ പിന്നീട് സുപ്രീം കോടതിയെ ബോധിപ്പിക്കുവാനുള്ള ഒരവസരം വന്നില്ല. അത് നന്നായി. സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റിയോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ വരട്ടെ, സുപ്രീം കോടതിയിലെ പുനഃപരിശോധനാ ഹർജികൾ വരട്ടെ, അന്നേരം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്തു. ഇത് കൃത്യം തെരഞ്ഞെടുപ്പിന്റെ മുൻപ് ഇങ്ങനെയൊരു സംഭവം ഇടിത്തിയായി വന്നു വീണു എന്നല്ലേ കരുതാൻ പറ്റുകയുള്ളൂ. ഇനി നിലപാട് പറയാതെ മുന്നോട്ട് പോകാനാവില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ നിലപാട് പറയുമ്പോൾ ഈ പറയുന്ന 4ാമത്തെ പാരഗ്രാഫിൽ മാത്രം ഒതുക്കി നിർത്തുമോ? അങ്ങനെയാണെങ്കിൽ നിലപാട് മാറ്റി എന്നുള്ളതാണല്ലോ വരുന്നത്. അത് കാരണം ആചാര്യന്മാരോട് സംസാരിച്ച് തീർക്കട്ടെ, അത് ഞങ്ങൾ അതിനകത്ത് ഇടപെടില്ല എന്ന്. അപ്പോൾ ഇവരുടെ തുല്യത എന്നുള്ള കാര്യത്തിലേക്കോ ഈ ഐത്തത്തിന്റെ കാര്യത്തിലേക്കോ ഒന്നും അനുച്ഛേദം 13 ഒന്നും പോവുകയില്ല. അതോ രണ്ട് വള്ളത്തിലും കാല് ചവിട്ടാനുള്ള ശ്രമമായിരിക്കുമോ നടത്തുക? മഞ്ജുഷ്, ഇത് ഏത് രീതിയിലാണെങ്കിലും സർക്കാർ രണ്ട് വള്ളത്തിൽ കാല് വെച്ചിട്ട് വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതയാണ്. കാരണം അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ നേരത്തെ വാദിച്ചിരുന്ന വാദങ്ങളെല്ലാം തന്നെ കോടതിയുടെ 2018 ഓർഡറിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് സർക്കാരിൻ്റെ നിലപാട്. അതല്ലാതെ അഫിഡവിറ്റിലെ 4ാമത്തെ പാരഗ്രാഫ് മാത്രമല്ല. അവിടെ എന്താണോ വാദിച്ചിരിക്കുന്നത്, കോടതി എന്തിലാണോ കൺവിൻസ്ഡ് ആയിരിക്കുന്നത്, നിങ്ങളുടെ പ്രൈമറി വാദമായിട്ട് കോടതി എന്താണോ സ്വീകരിച്ചിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ നിലപാട്. ആ നിലപാട് അന്നും ഇത് തന്നെ ആയിരുന്നുവെങ്കിൽ ഇത്ര തിടുക്കപ്പെട്ടത് നടത്തുമായിരുന്നില്ല. അപ്പോൾ അതേ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ് ഓർത്തഡോക്സ് ജേക്കബൈറ്റ് തർക്കം ഉണ്ടായിരുന്നു ഈ പള്ളികൾ തമ്മിൽ. അന്ന് കോടതി സുപ്രീം കോടതി എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഈ പള്ളികളെല്ലാം തന്നെ ഓർത്തഡോക്സുകാർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സർക്കാർ ഉടനെ തന്നെ എന്നാൽ ശരി, എല്ലാ പള്ളികളും ഞങ്ങൾ ഓർത്തഡോക്സുകാർക്ക് അങ്ങ് കൊടുക്കുകയാണെന്നാണോ പറഞ്ഞത്? അല്ല, സമവായം വേണം, ചർച്ച വേണം, മറ്റുള്ള ആൾക്കാരെ പാസിഫൈ ചെയ്യണം, ഇതിൽ ഏതെങ്കിലും രീതിയിൽ വർക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കണം എന്നുള്ളതാണ്. ഇവിടെ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സമയം കൊടുത്തില്ല എന്ന് തന്നെയല്ല, ഇതിൻ്റെ റിവ്യൂ ഘട്ടത്തിലേക്ക് വന്നല്ലോ. അത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ സോഷ്യലി ഉണ്ടായിരിക്കുന്ന എന്തൊക്കെ റിപ്പർക്കഷൻസ് ആണ് എന്നതിനെപ്പറ്റി കൃത്യമായി ബോധ്യമുണ്ടായിരുന്നിട്ടും സർക്കാർ ഈ റിവ്യൂ പരിഗണിക്കുന്ന സമയത്ത് ഇതേ ജയ്ദീപ് ഗുപ്തയോട് പറഞ്ഞിരുന്ന കാര്യം എന്താണ് എന്ന് അന്നത്തെ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. അത് മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞിരുന്നത് എന്താണ്? സർക്കാർ അതിശക്തമായിട്ട് ഈ റിവ്യൂ പെറ്റീഷൻസ് പരിഗണിക്കുന്നതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സുപ്രീം കോടതിയല്ലേ ഉത്തരവിട്ടത്, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാനാണെന്ന്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, സംസ്ഥാന സർക്കാർ ആ റിവ്യൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.